ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ പടമാണ് കൊട്ടുകാളി. ആദ്യം തന്നെ പറയട്ടെ, ഈ പടം എല്ലാവരെയും പീസ് ഓഫ് കേക്ക് അല്ല. ഇത് മൂവിനെ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി അല്ലാണ്ട് ഒരു ആർട്ട് ഫോമായിട്ട് ഒരു റിയൽ മൂവി ഗോവേഴ്സ് എന്നൊക്കെ പറയൂലേ, അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള അതുക്കും മേലെ, അതായത് അതുക്കും മേലെ ലെവൽ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ പറ്റിയ പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ടീമിനെ ഈ പടം എന്തായാലും മനസ്സിലാവുള്ളൂ, റിയലി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു പക്ക ബോറടി അല്ലെങ്കിൽ ഒരു ട്രാജഡി പടമായിരിക്കും. അതായത് തന്നെ പറയട്ടെ. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന തമിഴ് അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കാരണം ഒരു മധുരയിലുള്ള ഏതോ ഒരു ഗുദാമിലുള്ള ഒരു ഗ്രാമത്തിലെ ഭാഷയാണ്. അപ്പോൾ നമ്മൾ നോർമലി കേട്ട് പഴക്കമുള്ള ഒരു തമിഴല്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഇതിനകത്ത് ഡയലോഗ് വളരെ തീരെ കുറവാണ്. അതുകൊണ്ട് പിന്നെ അത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ഇനീഷ്യലി ബിഗിനിങ് എനിക്ക് പേടി തോന്നി പടം തുടങ്ങിയപ്പോൾ. കാരണം ഭയങ്കര ഫാസ്റ്റും ഒരു പ്രത്യേകതരം തമിഴും. മൂവി തുടങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോൾ സമാധാനമായി. കാരണം എന്താണ്, തീരെ ഡയലോഗില്ല. ഡയലോഗ് മാത്രമല്ല, മ്യൂസിക്കും ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്താണോ പർട്ടിക്കുലർ സീനിൽ എന്തൊക്കെയാണുള്ളത് അവൈലബിൾ ആയിട്ട് നമ്മളെ മുമ്പിൽ കാണുന്നത്, അതിൻ്റെയൊക്കെ സൗണ്ടേ ഉള്ളൂ. ഇപ്പോൾ ആ സീനിൽ ഇപ്പോൾ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ സൗണ്ട് ഉണ്ടാവും, ആ സൗണ്ട്. റോഡാണെങ്കിൽ റോഡിലെ സൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പടം എന്നെ പിടിച്ചിരുത്തിയത് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരി ചൊക്കൻ, നമ്മുടെ സൂരി. പിന്നെ അന്നാബൻ എന്താണ് തമിഴിൽ പോയി കാണിക്കാൻ പോകണമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ആ മൂവിയിലോട്ട് അടുപ്പിച്ച കാര്യങ്ങൾ. അപ്പം മാറ്റർക്ക് തിരുമ്പി വരാം. അപ്പം മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ അന്ധവിശ്വാസങ്ങളും അവിടുത്തെ ആചാരങ്ങളും ആൾക്കാരെ മൈൻഡ് സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതൊക്കെ കൊണ്ടൊരു ബലിയാടാവുന്ന ഒരു പെൺകൊച്ചിൻ്റെ ലൈഫ്, അതിനെക്കുറിച്ചാണ് പറയണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൂര്യമച്ചാൻ തകർത്ത് കഴിഞ്ഞാൽ വെറുതെ തകർത്ത് തിമിർത്ത് പൊളിച്ചിട്ടുണ്ട്. ഉള്ള ഡയലോഗും ആക്ഷനും എക്സ്പ്രഷനും അത് പ്രത്യേകം പറയണം. രണ്ടും ഉണ്ട്, എക്സ്പ്രഷൻ മാത്രമല്ല, ആക്ഷനും എക്സ്പ്രഷനും. ഇത് രണ്ടും കൊണ്ട് മച്ചാൻ പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അന്നാബനാണ് എൻ്റെ പൊന്നും മോനെ. കൂടുതൽ ടൈമും അന്നാബൻ്റെ ക്ലോസപ്പ് ഷോട്ട്സാണ് ഉള്ളത്. ഒരു ഫണ്ണി രീതിയിൽ പറയുകയാണെങ്കിൽ, ഒന്നും ചെയ്യാനുണ്ടായില്ല. ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലക്കിൽ കൊണ്ടിരുത്തി ആ മൂലക്ക് ഇരിക്കൽ മാത്രമേ ഉള്ളൂ പരിപാടി. വേറെ വായ തുറന്നൊന്നും പറയും കൂടി വേണ്ട. അത്രയും ഈസി ആയിട്ടുള്ള ജോബായിരുന്നു. ബട്ട് ജോക്സ് അപ്പാർട്ട്, അതൊന്നുമല്ല സംഭവം. ഈ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്ന പറഞ്ഞാൽ അന്നാബൻ്റെ ഫേസിലൂടെയാണ് അന്നാബൻ്റെ ഉള്ളിലുള്ള ഇന്നർ ഡയലോഗ്സും അല്ലെങ്കിൽ ഇന്നർ തിങ്കിങ്ങും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ആവണത് പുറത്തോട്ട്. നമ്മൾ തന്നെ വായിച്ചെടുക്കണം. എന്താണിപ്പോൾ അന്നാബൻ ചിന്തിക്കുന്നുണ്ടാവണത്, അല്ലെങ്കിൽ എന്തായിരിക്കും അന്നാബൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചെടുക്കണം. ആ രീതിയിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് കൂടുതൽ. പിന്നെ ഫുൾ പടത്തിൽ ഒറ്റ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ അന്നാബൻ. അതും ലെങ്തി ഒന്നുമില്ല, ജസ്റ്റ് വൺ സിമ്പിൾ ലൈൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കാണിച്ചിരിക്കണ ചെറിയ കൊച്ചു മുതൽ എന്തിന് കോഴി വരെയും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിങ്, പെർഫെക്റ്റ് ആക്ടിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ കോഴിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കോഴി സ്റ്റാർ തന്നെയാണ് ഇതിനകത്ത്. സൂര്യയും അന്നാബൻ പറഞ്ഞ പോലെ തന്നെ കോഴി ഇതിനകത്ത് ഒരു 3rd സ്റ്റാർ എന്ന് പറയാം. കാരണം കോഴിനെ പല സ്ഥലത്തും കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ സിംബളൈസ് ചെയ്യണത്. ഓരോന്നിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കഥ പറയണത് ഈ കോഴിയിലൂടെയാണ്. അപ്പോൾ കോഴി ഒരു താരം തന്നെയാണ് ഇതിനകത്ത്. കോഴി അത്ര നിസ്സാരക്കാരനല്ല. ഒരു റോഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം മുതൽ അവസാനം വരെ ഒരു A to B പോണതാണ് പരിപാടി. ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി അവർ വഴിയിലൂടെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകുന്നത്. അതിനകത്ത് ഇൻ്റർവെൽ വരെയും ഈ റോട്ടിൽ കൂടി തന്നെ ഉള്ള ഈ പോക്ക് തന്നെ. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇടക്ക് നിർത്തലും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കണത്. പക്ഷെ എന്നിട്ടും എത്തണത് ലാസ്റ്റ് ക്ലൈമാക്സിലാണ്. തുടക്കം മുതൽ അവസാനം വരെ ഡയറക്ടർ ബ്രില്യൻസിൻ്റെ കളിയാണ്. അപ്പോൾ അത് കാണുന്നവൻ്റെ യുക്തിയാണ്, അത് ഏത് രീതിയിൽ എടുക്കണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും. പറയാൻ ശ്രമിച്ചേക്കണ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ റെലവൻ്റായിട്ട് കാലാകാലങ്ങളായിട്ട്, ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നുമല്ല, കാലാകാലങ്ങളായിട്ടുള്ളതും ബട്ട് ഇപ്പോഴും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ തമിഴ്നാട് നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് തമിഴ്നാട് മാത്രമല്ല, ചിലപ്പോൾ കേരളത്തിലും റൂറലായിട്ടുള്ള ഏരിയകളിലൊക്കെ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മൾ അറിയില്ലാന്നേ ഉള്ളൂ. ഫുൾ ഇന്ത്യയിൽ തന്നെ പറയാം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, അതായത് പെണ്ണുങ്ങളോടുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള അടിച്ചമർത്തലുകൾ, അന്ധവിശ്വാസത്തിൻ്റെ പേരിലാവട്ടെ, ജാതിൻ്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ പെണ്ണായി പോയി എന്നുള്ള ഒരു കാര്യം കൊണ്ട് അങ്ങനെ പല പല രീതിയിൽ ഒരു തരത്തിലെങ്കിൽ ഒരു തരത്തിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്. എൻ്റെ പൊന്നും മച്ചാനെ, നമ്മ തന്നെ ഇങ്ങനെ വിറച്ചു പോവും അമ്മാതിരി ഒരു ഇത്. ആ ഒരു ഫുൾ മൂവിയിൽ ആ ഒരു ഒറ്റ സീൻ മതി സൂര്യൻ്റെ ഒരു ആംബിയർ അല്ലെങ്കിൽ സൂര്യൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ മോനെ, ഒരേ സമയം നമ്മൾ വളരെയധികം പ്രൈസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ വളരെയധികം വിഷമം തോന്നുന്നതുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ സീനാണത്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇമ്മാതിരി ഇടി, അതും പെണ്ണുങ്ങളെ മേത്താണ് കളി. അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രസം പോകും നിങ്ങൾ കാണുമ്പോൾ. അപ്പം അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ ഒരു സീന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. ഒരു ഹെവി സീനാണത്. പിന്നെ എടുത്തു പറയേണ്ട സീന് ലാസ്റ്റത്തെ ക്ലൈമാക്സിൻ്റെ. അത്ര നേരം ഇങ്ങനെ കത്തി നിന്ന സൂര്യനെ ഒന്ന് അടക്കി നോർമലാക്കി വളരെ അധികം ചിന്തിപ്പിക്കുന്ന ഒരു സീനാണത്. അതും എടുത്തു പറയേണ്ട ഒരു സീനാണ്. നമ്മ ഈ പറഞ്ഞ ഈ ആചാരത്തിൻ്റെയൊക്കെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കോമഡിയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഈ കാലഘട്ടത്തിലും ആൾക്കാരെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ എത്രയോ ന്യൂസിലും പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നു കേൾക്കുന്നു. ഈ പറഞ്ഞ പോലത്തെ സ്വാമികളെ കഥയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആചാരങ്ങളെയും ഇതിനെയൊക്കെ വിശ്വസിച്ച് പോയി പെടുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു മാൻ. മനുഷ്യനായി തന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു തേങ്ങയില്ല അതിനകത്ത്. മനുഷ്യനെ ആണ് പെണ്ണെന്നുള്ള രീതിയിൽ വേർതിരിച്ച്, അതായത് പെണ്ണിന് എപ്പോഴും ആണിൻ്റെ താഴെ നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആണ് വരക്കുന്ന വരയിൽ എൻ്റെ അപ്പുറം പെണ്ണ് പോകരുത്, ആണ് പറയുന്നത് എന്താണോ പറയുമ്പോൾ ഇരിക്കണം, പറയുമ്പോൾ കിടക്കണം, പറയുമ്പോൾ നിൽക്കണം, പറയുമ്പോൾ തിന്നണം, പറയുമ്പോൾ ഉറങ്ങണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ആക്ച്വൽ പോയിസൺ തിങ്കിങ് തോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ സമയം കഴിഞ്ഞല്ല, മാറണം, തീർച്ചയായിട്ടും മാറണം. നമുക്ക് വേണ്ടി വിട്ടു തന്നേക്കുന്ന ക്ലൈമാക്സാണ് ഒരു ഓപ്പൺ ക്ലൈമാക്സ്. അതായത് ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു, ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു പോണത്. ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തിന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി ഓൾറെഡി, അതിക്രമിച്ച് കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ കയ്യിലാണത് ഡയറക്ടർ വിട്ടു തന്നേക്കുന്നത്. അത് കോൾ ഓഫ് ആക്ഷൻ ആക്ച്വലി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സീന്, ഒരു ബുള്ളിൻ്റെ ഒരു സീനുണ്ട്, ഒരു കാള റോഡിന് വട്ടം നിൽക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സീനാണ്. വെറുതെ ഒരു കാള വട്ടം നിൽക്കുന്ന, അതിനെ ഓട്ടിക്കാൻ ശ്രമിക്കുന്നത്, എന്നാൽ പോകുന്നില്ല. ബട്ട് നോക്കുന്ന കാളൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ചെറിയ കൊച്ചി, ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് ആ കാളനെ നൈസായിട്ട് വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്, കാളനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അത് ആണ് ആ വിമൻ്റെ ആ പെണ്ണിൻ്റെ പവർ കാണിക്കണത്. അത്രയും നേരം ചാടി നിന്ന് കൊല വിളിച്ച് ഇടിച്ച് അടിച്ച് ഇങ്ങനെ വിറപ്പിച്ച് നിന്ന ആണുങ്ങള് വിചാരിച്ചിട്ട് ആ കാളനെ ഒന്ന് സൈഡിലേക്ക് ആക്കാൻ പറ്റിയില്ല ആരും പോയെന്നില്ല, പോയവർക്കിട്ട് പറ്റിയില്ല. അവിടെ ആ പെൺകൊച്ച് വന്നിട്ട് നൈസായിട്ട് എടുത്തിട്ട് പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തോട്ട് ആണ് നമ്മളതിൽ കാണിക്കണത്. കാരണം അത്രയും ശക്തിശാലിയായ ഒരു ബീയിങ് ആണ് ഈ പെണ്ണ്. ആ പെണ്ണിനെയാണ് നമ്മ ഈ കാണിച്ചു കൂട്ടണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലും കണ്ടാണ് അത് സിംബലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ക്രിയേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു തോട്ടിന് വേണ്ടി വിട്ടേക്കണം. നമ്മുടെ SK ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ രണ്ടാമത്തെ പടമാണ്. ഫസ്റ്റത്തെ പടം ഓസ്കാർ വരെയും പോയി എന്നാണ് കേട്ടത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കൂഴങ്ങൾ എന്നങ്ങനെ എന്തോ പറഞ്ഞ പടമാണ്. അത് എന്താ പരിപാടി എന്നൊന്നും പോയി കാണണം. അപ്പോൾ പടം ഇത്രേ ഉള്ളൂ. വളരെയധികം നാച്ചുറലായിട്ടുള്ളൊരു പടം. വേഗം പോയി കാണുക, എന്നിട്ട് കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് പടമായിട്ട് ഉടനെ വരാം. ടിൽ ദെൻ ബൈ.